ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉപവാസത്തോട് ബന്ധപ്പെട്ട് ദൈവം വെച്ചിട്ടുള്ള ദൈവിക വ്യവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപവസിച്ചാൽ അതൊന്നോ രണ്ടോ ദിവസമാണെങ്കിലും ദീർഘ ദിവസങ്ങളാണെങ്കിലും അതിന് വളരെ വേഗം ഉത്തരമുണ്ടാകും. മിക്ക ഉപവാസങ്ങൾക്കും ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം ദൈവിക വ്യവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപവസിക്കാത്തതാണ്. അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് എങ്ങനെയാണ് ഉപവസിക്കേണ്ടുന്നത്, ഉപവസിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ദൈവിക വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളോട് തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി സംസാരിക്കട്ടെ. ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം സംശയങ്ങൾ പല ആൾക്കാർക്കുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് എന്നോട് പല സംശയങ്ങൾ ചോദിച്ചു. വചനാടിസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഉത്തരങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് കൊടുത്തു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉപവാസമെന്ന് പറയുന്നത് വളരെ ശക്തിമത്തായ ദൈവജനത്തിൻ്റെ ഒരു ആയുധമാണ്. വളരെ വേഗം യഥാർത്ഥമായ ഉപവാസമാണെങ്കിൽ അതിന് മറുപടി ഉണ്ടാകും. പ്രത്യേകിച്ച് പുതിയ നിയമ കാലഘട്ടത്തിലൊക്കെ ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഭൗതിക കാര്യങ്ങൾക്ക് ഉപവസിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഭൗതികമായ വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടാനായിട്ട് ഉപവസിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെയുള്ള ഒരു ഉത്തരം ഞാൻ വഴിയെ പറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങളിലൊന്ന് ഞാൻ മനസ്സിലാക്കിയത് ഫ്രീക്വൻ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ പലവട്ടം പട്ടിണി എന്നാണ് നമ്മൾ മലയാളം ബൈബിളിൽ കാണുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഫാസ്റ്റിംഗ് ഓഫൺ, ഫ്രീക്വൻ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതാണ്. അതായത് പല സമയങ്ങളിലും ഉപവാസമായിരുന്നു. ഞാനും ഈ നാളുകളിൽ ഏറ്റവും അധികം ചെറിയ ചെറിയ ഉപവാസങ്ങളാണ്, ഉച്ചവരെ വൈകിട്ട് വരെ. ഒരു ലോങ് ഫാസ്റ്റിങ്ങിലേക്ക് പോകാതെ ചെറിയ ചെറിയ ഉപവാസങ്ങൾ പറ്റുന്നത് പോലെ എടുക്കാറുണ്ട്. അത് ഭയങ്കര അനുഗ്രഹവും വിടുതലുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെല്ലാം ശേഷമായിട്ട് ദൈവികമായ മറുപടികൾ ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശുശ്രൂഷയുടെ വിജയവും ജീവിതത്തിൻ്റെ വിജയവും ഒക്കെ ഉപവാസം തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കണ്ട ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് നന്നായിട്ടില്ലയോ എന്ന്. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ ഒന്ന് നന്നായി വരുമ്പോൾ കുറച്ച് ദിവസം ഉപവസിക്കും, അപ്പോൾ വീണ്ടും പഴയതുപോലെ പോകും. അപ്പം അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. ചിലർക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല, എന്തു ചെയ്യും? വിഷമിക്കേണ്ട. ഉപവാസം ചെറുതോ വലുതോ ഒന്നും വിഷയമല്ല. ഉച്ചവരെ മതി, പറ്റുമെങ്കിൽ ഉച്ചവരെ മതി, അല്ലെങ്കിൽ ഒരു ദിവസം മതി. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒരു ദിവസം നടന്ന ഒരു ഉപവാസവും ആ ഉപവാസത്തിന് ശേഷം നടന്ന ഭയങ്കരമായ ദൈവിക വിടുതലുകളുമാണ്. രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 7 അധ്യായത്തിലാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് ദൈവിക വ്യവസ്ഥകളുണ്ട്. ആ ഉപവാസം കഴിഞ്ഞപ്പോൾ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി ഇസ്രായേൽ ജനത്തിൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ദൈവം അവർക്ക് മടക്കി കൊടുത്തു. എക്രോൻ മുതൽ ഗത്ത് വരെ ആണ് ആ പട്ടണങ്ങളെല്ലാം ദൈവം അവർക്ക് തിരികെ കൊടുത്തു. ഈ ഒരു ഉപവാസം ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിന്ന ഉപവാസമൊന്നുമല്ല, ഒറ്റ ദിവസം നടന്നൊരു ഉപവാസമായിട്ടാണ് ദൈവവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് 7 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് ഒരു ദിവസം അവർ ഉപവസിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അവർ ഒരു ദിവസമേ ഉപവസിച്ചു ഉള്ളൂ എങ്കിലും ഉപവാസത്തിൻ്റെ ചില വ്യവസ്ഥകൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. വളരെ വേഗം ആ കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത്, ഉപവസിക്കുന്ന വ്യക്തി പരപ്രേരണ കൂടാതെ സ്വയം തിരിച്ചറിവിൽ ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ശമൂവേലിൻ്റെ 1 പുസ്തകം ഈ 7 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 20 വർഷങ്ങൾ ദൈവം മിണ്ടാതെ ഇരുന്ന ചില കാലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മെസ്സേജുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിടെ കുറേ ആൾക്കാർ എന്നോട് വീണ്ടും പേഴ്സണലി ചോദിച്ചു. അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ രീതി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ആളുകൾ വന്ന് വീഡിയോ കണ്ട് അവരിഷ്ടപ്പെട്ട് അവർക്ക് ആത്മീയ വർധനം ഉണ്ടാകുമ്പോൾ
പഴയ എനിക്ക് തോന്നുന്നൊരു 250 260 വീഡിയോ കിടക്കുക. ഇത്രയും വീഡിയോകളിൽ കയറി ഓരോന്നും കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ചില പ്രായമുള്ളവർക്കും ചില ആൾക്കാർക്കും അതൊന്നും എടുക്കാൻ അറിയത്തില്ല. ഞാൻ കുറച്ച് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി തിരക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് തിരിച്ചിടാം. എന്നാലും ചില ആൾക്കാർക്ക് അത്രയൊന്നും എടുക്കാനൊന്നും അറിയത്തില്ല. അപ്പം അവരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് സഹായിക്കാനായിട്ടാണ് ഈ ദിവസങ്ങളിൽ പിന്നെയും ഈ ഉപവാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പണ്ട് ഈ കാര്യങ്ങൾ പലതും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും ആ കാര്യങ്ങളല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. 20 വർഷങ്ങൾ ദൈവം സംസാരിക്കാതിരുന്നൊരു കാലം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 20 വർഷം ദൈവം സംസാരിച്ചില്ല. അത് എഴുതിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ അധ്യായത്തിലാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടകം കിര്യത്ത് യെയാരീമിൽ ആയിട്ട് 20 വർഷമായി അബീനാദാമിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. 20 വർഷം. ഈ 20 വർഷം പെട്ടകം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ അടിമത്തത്തിലാണ്. അതായത് ദൈവിക വിടുതലുകൾ പൂർണ്ണമായും അനുഭവിക്കുവാൻ കഴിയാതെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശത്രുക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതായത് ഫെലിസ്ത്യരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. 20 കൊല്ലമാണെന്ന് ഓർക്കണം. പ്രവാചകനില്ലാഞ്ഞിട്ടല്ല. ശമൂവേൽ എന്ന് പറയുന്ന ശക്തനായ ഒരു പ്രവാചകൻ. വേദപുസ്തകത്തിൻ്റെ കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ദാൻ മുതൽ ബേർഷേബ വരെ യഹോവയുടെ വിശ്വസ്തൻ എന്ന് ജനം ഗ്രഹിച്ച പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ വരവ് കാണുമ്പോൾ പോലും ആളുകൾ ഭയപ്പെടുമായിരുന്നു. അത്ര ശക്തമായ ശുശ്രൂഷ ചെയ്ത, ഒരേ സമയം ന്യായാധിപനും ഒരേ സമയം പ്രവാചകനുമായിരുന്ന ഈ ഒരു വ്യക്തി, ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നിട്ടും 20 കൊല്ലം ദൈവശബ്ദമില്ല, വിടുതലില്ല, ആലോചനയില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തെ വിട്ട് നമ്മൾ കാണുന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴാണ് ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം ഇടപെടാൻ തുടങ്ങിയത്? ശമൂവേലിലൂടെ ദൈവാലോചനകൾ വന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 20 വർഷം അവിടെയായി ജനം വിലപിക്കാനായിട്ട് തുടങ്ങി. ഇസ്രായേൽ ഗൃഹം യഹോവയോട് വിലപിച്ചു. 2-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഓൾ ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ലമെന്റഡ് ആഫ്റ്റർ ദ ലോർഡ്. വിലപിക്കാൻ തുടങ്ങി. അതായത് അവർക്കൊരു ബോധ്യമുണ്ടായി, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് നമുക്ക് ഈ തിരിച്ചറിവുണ്ടാകുന്നു. അന്നേ നമ്മുടെ വിടുതൽ നടക്കത്തുള്ളൂ. മനസ്സിലായോ? ഉദാസീനതയോടെ ഒരിക്കലും കർത്താവിനെ സേവിക്കരുത്. പരപ്രേരണയാൽ ഒരിക്കലും ഉപവസിക്കരുത്. ഇങ്ങനെ അവർ വിലപിച്ചപ്പോൾ അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക, അന്യദൈവങ്ങളെ നീക്കിക്കളയുക, ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുക, തീരുമാനങ്ങളിലേക്ക് വരിക. ഇങ്ങനെ ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ ശമൂവേൽ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എപ്പോൾ ജനം സ്വമനസ്സാൽ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് വരാൻ തീരുമാനിച്ചോ അന്നേരമാണ് ദൈവിക ഇടപെടലുകൾ അവർക്കുണ്ടാകുന്നത്. ഞാനും നിങ്ങളും ആവശ്യബോധത്തോടെ ദൈവത്തിങ്കിലേക്ക് വരാത്രത്തോളം കാലം ഒരിക്കലും ദൈവിക വിടുതലുകൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമുക്കുണ്ടാകേണ്ടുന്ന സ്വയമായ ചില തിരിച്ചറിവുകളുണ്ട്. ഈ ധൂർത്തപുത്രന് സംഭവിച്ചത് എന്താ? സുബോധം വന്നു. ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചു. അപ്പൻ്റെ വീട്ടിലേക്ക് പോയി. ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല, ചിന്തിച്ചിട്ട് ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ടും കാര്യമില്ല. തിരിച്ചു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഓടി വന്ന് മകനെ സ്വീകരിക്കുന്ന ഒരു അപ്പനെ നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം കാര്യം തന്നെയാണ് ഉപവാസത്തിലും. നമ്മൾ ഒരു തീരുമാനം, നമുക്കൊരു ഉറപ്പുണ്ടാകണം. കർത്താവേ, എനിക്ക് ചില ദൈവിക വിടുതലുകൾ ആവശ്യമാണ്, എനിക്ക് ദൈവത്തെ ആവശ്യമാണ്. ഈ ഒരു സ്വയം തിരിച്ചറിവിലേക്കും യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്കും നമ്മൾ വന്നെങ്കിൽ മാത്രമേ ദീർഘദിവസങ്ങളാണെങ്കിലും കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഉപവാസത്തിന് ഗുണമുണ്ടാകത്തുള്ളൂ. അതായത് യഥാർത്ഥമായ പാപബോധം നമുക്കുണ്ടാകണം, യഥാർത്ഥമായ മാനസാന്തരം നമുക്കുണ്ടാകണം, യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ നമുക്കുണ്ടാകണം. കണ്ണുനീരോടെ നമ്മുടെ പാപങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച്
ദൈവം മുമ്പിൽ ഒന്ന് സമർപ്പിക്കുന്ന സമയമാണ് ഉപവാസം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചിലരാണ് ഉപവാസം ഇരുന്നു, അവർ ഭക്ഷണം കഴിക്കാതിരുന്നു, ഒന്ന് പ്രാർത്ഥിക്കുന്നു, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ യാത്ര ചെയ്യുന്നു. അതിനൊന്നും റിസൾട്ട് ഉണ്ടാകത്തില്ല. താഴ്ത്തുക, സ്വയം തിരിച്ചറിവ്, താഴ്ത്തൽ, ദൈവസന്നിധിയിൽ താഴ്ത്തുക. ഈ എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ താഴ്ത്തി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. താഴ്ത്തി. അപ്പോൾ ചിലർ ചോദിക്കുക എങ്ങനെയാണ് താഴ്ത്തേണ്ടുന്നത്? ഈ പഴയ നിയമത്തിലെ താഴ്ത്തലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ജാതീയ രാജാവിൻ്റെ താഴ്ത്തലാണ്. ആരാണെന്നറിയാമോ? നിനവയുടെ രാജാവായിരുന്ന നിനവയുടെ രാജാവ്. പ്രവാചകനായ യോന നിനവെ പട്ടണത്തിൽ ചെന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം, ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് പോകുന്നു. നിനവെ രാജാവ് ഈ ഒരു വാണിംഗ് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷം എഴുതിയിരിക്കുന്നത്, സിംഹാസനം വിട്ട് താഴെ ഇറങ്ങി രാജവസ്ത്രം നീക്കി രട്ടിലും വെണ്ണീറിലും ഇരുന്നു. യഥാർത്ഥമായ താഴ്ത്തലെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വെച്ചിരിക്കുന്ന ചില സിംഹാസനങ്ങളുണ്ട്. ഈ സിംഹാസനം വിട്ട് നമ്മൾ ഇറങ്ങാൻ തയ്യാറാകണം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, രട്ടിലിരിക്കുന്നു, വെണ്ണീറിലിരിക്കുന്നു, വസ്ത്രം വലിച്ചു കീറുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹൃദയങ്ങളെയാണ് ദൈവസന്നിധിയിൽ കീറേണ്ടുന്നത്. സമയം വേർതിരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒറ്റ ദിവസത്തെ ഉപവാസമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. ഞാൻ അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. ഞാൻ ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്തിന് മുമ്പ് ദീർഘദിവസങ്ങൾ ഉപവസിക്കുന്ന ഒരാളായിരുന്നു. 7, 21, 3 ഇങ്ങനെ കണ്ടിന്യൂസ് ഉപവസിക്കുമായിരുന്നു. ഒക്കെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. പക്ഷേ ആ കൊറോണ കാലഘട്ടം വന്നപ്പോൾ പനി പലതവണ വരാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ ഉപവസിക്കാൻ പറ്റാതായി. ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. പിന്നീട് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഉപവസിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ ശാരീരികമായ സ്ഥിതി എപ്പോഴും ഒരുപോലെ ആയി എന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം, പ്രായത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിക്കുന്നവർ, ഷുഗറിനും പ്രഷറിനുമൊക്കെ മരുന്ന് കഴിക്കുന്നവർ, അവർക്ക് ദീർഘദിവസങ്ങൾ ഉപവസിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളൊരു ഉച്ചവരെ ഉപവസിച്ചുകൊള്ളുമെങ്കിലും ആ സമയങ്ങൾ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അറിയുക. ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥകൾ, ഒന്ന്, നമ്മൾക്ക് ഒരു സ്വയം തിരിച്ചറിവുണ്ടാകുക, യഥാർത്ഥമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ഏറ്റുപറയുക, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയുക, ദൈവം മുമ്പാകെ സമർപ്പിക്കുക, ഒരു തീരുമാനത്തിലേക്ക് വരിക. അതായത് ഈ ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പണ്ടൊരാളെ ഒരു വലിയ പാപത്തിൽ പിടിച്ചു. ഭയങ്കര പാപമാണ്. പാപം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ആത്മീക അന്തരീക്ഷത്തിൻ്റെ ആ ഒരു പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. പാപത്തിൽ പിടിച്ചപ്പം ആ ആള് പിടിച്ച ഒരു ആത്മീയ നേതാവിനോട്, ദൈവദാസനോട് പറയുക, ഞാനൊരു 7 ദിവസം ഉപവാസം ഇരിക്കും, അത് കഴിയുന്നതോടുകൂടി ഇതെല്ലാം തീരും. നോക്കിക്കേ, എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നേ. ഇത്രയും വലിയ പാപം ചെയ്ത് കയ്യോടെ പിടിച്ചപ്പോൾ പറയുക, ഞാനൊരു 7 ദിവസം ഇരിക്കും, അത് കഴിയുമ്പോൾ ദൈവം ഇതെല്ലാം ക്ഷമിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ക്ഷമിക്കുമെന്ന്. ഉപവാസം പാപം ക്ഷമിക്കാനൊന്നും ഉള്ളതൊന്നുമല്ല. പഴയ നിയമകാലത്തിൽ പോലും അബദ്ധവശാൽ ചെയ്യുന്ന തെറ്റുകൾ, അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കാണ് പാപക്ഷമയുള്ളത്. ഇല്ലെങ്കിൽ സങ്കേത നഗരങ്ങളിലേക്ക് പോലും ഓടിപ്പോകുന്നത് അബദ്ധവശാലൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്കാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് ദൈവജനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതും ചെയ്തിട്ട് 4 ദിവസമോ 7 ദിവസമോ ഞാൻ ഉപവസിച്ചാൽ അത് ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത്, അയ്യോ, എന്തോ ഒരു ദുഷിച്ച മനസ്സിൻ്റെ അവസ്ഥകളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വ്യവസ്ഥകളാണല്ലോ പറഞ്ഞു വരുന്നത്. ഒന്ന്, സ്വയം തിരിച്ചറിവുണ്ടാകുക, ആവശ്യബോധം നമുക്കുണ്ടാകണം. രണ്ടാമത്തേത്, ഏറ്റുപറച്ചിലും സമർപ്പണവും ശരിയായ നിലയിൽ ആയിരിക്കണം. അടുത്തത്, മൂന്നാമത്തേത്, ദൈവസഹായത്തിനു വേണ്ടിയുള്ള അപേക്ഷയാണ്. ഇവിടെ ശമൂവേലിനോട് ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്. ശമൂവേലിനോട് ഇസ്രായേൽ ജനം അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ ഒരു ദിവസം മിസ്പയിൽ ഒന്നിച്ചു കൂടുന്നു, ഉപവാസം എടുക്കുന്നു. ഒന്നിച്ചു കൂടിയുള്ള ഉപവാസം എടുക്കുന്നു.
ഈ ഒന്നിച്ചുകൂടിയുള്ള ഉപവാസത്തിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു ദൈവാലോചന അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒന്നിച്ചുകൂടി ചിലർ ചോദിക്കും, ഭൗതിക കാര്യങ്ങൾക്ക് ഉപവസിക്കണോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ വിളിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ മറുപടി കിട്ടാതെ ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തു നിന്ന് ഒരാൾ വിളിച്ചു. അപ്പം ഞാൻ, നിങ്ങൾ എവിടെയാണ് കൂട്ടായ്മയ്ക്ക് പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനകൾ വെക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ടിട്ട് എനിക്ക് ആദ്യം അത്ഭുതമായിട്ട് തോന്നി. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഭൗതിക വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ ഉപവസിക്കാറില്ല, അങ്ങനെ പ്രാർത്ഥനകൾ വെക്കാറുമില്ല. എനിക്കൊത്തിരി സങ്കടം തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഒരുപാട് മറുപടികൾ കിട്ടാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഉപവാസ പ്രാർത്ഥനകൾ വെച്ച് ദൈവജനം, ദൈവദാസന്മാർ ഒന്നിച്ച് ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് ആ കെട്ടുകളെയെല്ലാം ദൈവം പൊട്ടിച്ച് കല്യാണം നടക്കാതിരുന്നത് നടന്ന് കുടുംബസ്ഥരായി വലിയ ദൈവിക വിടുതലുകൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികളുടെ ചരിത്രത്തിൽ, കേരളത്തിലെ ചരിത്രത്തിൽ ആരംഭകാലങ്ങളിൽ വിശ്വാസത്തിൽ ഇറങ്ങിയ കാലങ്ങളിൽ കഷ്ടതകളുടെയും പട്ടിണിയുടെയും ഞെരുക്കങ്ങളുടെയും മധ്യത്തിൽ അവർക്ക് ഇന്നത്തെ പോലെ സംസാരിക്കാൻ അറിയത്തില്ല, ആഴമായ ദൈവവചനത്തിൻ്റെ വലിയ പഠനമൊന്നുമില്ല, ഈ സിസ്റ്റമാറ്റിക് തിയോളജിക്കൽ സ്റ്റഡീസ് ഒന്നുമില്ല. ദൈവകൃപയെ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ബൈബിൾ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റമാറ്റിക്കായി ദൈവവചനം പഠിച്ച ഒരാളാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് അവർക്ക് ഈ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും അവർക്കൊന്നും അറിയത്തില്ല. അവർക്കറിയാവുന്നത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ചോദ്യങ്ങളൊന്നുമില്ല. ഭൗതിക കാര്യങ്ങൾക്ക് ഉപവസിക്കണോ? അവരുടെ വിഷയങ്ങളിൽ അവർ ഉപവസിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, കണ്ണുടച്ച് ദൈവത്തെ വിശ്വസിക്കും, ദൈവം പറയുന്നവർ വിശ്വസിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകൾ അനുഭവിച്ച് ആമേൻ മുട്ടുമടക്കിയ പിതാക്കന്മാരുടെ പിന്തലമുറകളാണ് നമ്മൾ. പക്ഷേ ഈ കാലത്തിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ പഠനങ്ങളായി, വ്യാഖ്യാനങ്ങളായി, വിശേഷണങ്ങളായി, ആ വേദപുസ്തകത്തിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലതരത്തിലായി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇപ്പോൾ ആർക്കും ഉപവസിക്കാനും വയ്യ, ഈ പറയത്തക്ക രീതിയിലുള്ള വിടുതലുകളൊന്നും നടക്കുന്നുമില്ല. ഈ വിശ്വാസത്തിൽ വേണ്ടി ഇറങ്ങിയവരുടെ വീടുകളിൽ പോലും എന്താ പറയുന്നത്, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പം ഞാനൊരു കാര്യം പറയാം, ബുദ്ധിയും അറിവും നല്ലതാണ്, പക്ഷേ നമ്മുടെ ദൈവാശ്രയത്തെയും ദൈവമുമ്പിലെ സമർപ്പണത്തെയും അത് ബാധിക്കാനായിട്ട് പാടില്ല. ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങളിൽ ഉപവസിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ, വീട് വെക്കാനും വണ്ടി എടുക്കാനും ഒന്നുമല്ല ഞാൻ ഉപവസിക്കുന്നത്. പക്ഷേ ശുശ്രൂഷകളുടെ വഴികൾക്ക് വേണ്ടി, എൻ്റെ അറിവിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ തലമുറകളുടെ വിടുതലുകൾക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ വിടുതലുകൾക്ക് വേണ്ടി പറ്റുന്നത് പോലെ ഞാൻ ഉപവസിക്കാറുണ്ട്, ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ചർച്ചിൻ്റെ പ്രാർത്ഥനകൾ വെക്കാറുണ്ട്, ദൈവദാസന്മാരെ വിളിച്ച് ശുശ്രൂഷിപ്പിക്കാറുണ്ട്, അവർ പറയുന്ന ദൈവിക ആലോചനകൾ ഏറ്റെടുക്കാറുണ്ട്. അത് പിന്നീട് വിടുതലായി കാണാറുണ്ട്, അതിൻ്റെ മറുപടി കാണാറുണ്ട്. അപ്പം ഉപവാസത്തിൽ വിടുതലില്ലേ? ഭൗതിക വിഷയങ്ങളിൽ വിടുതലില്ലേ? വിവാഹം നടക്കാത്ത എത്രയോ വീടുകളിൽ നിരന്തരമായി ഉപവാസം വെച്ച് വിവാഹം നടന്നിട്ടുണ്ട്. വീടും സ്ഥലവുമില്ലാതെ വാടക വീടുകളിൽ ഞെരുങ്ങി പ്രയാസത്തിൽ കിടന്നിട്ടുള്ള ദൈവമക്കൾ, അവരുടെ വീടുകളിൽ അവർക്കൊരു വിശാലതയ്ക്ക് വേണ്ടി അവർ സഭയായിട്ട് കൂട്ടമായിട്ടൊക്കെ അവർ ഉപവസിച്ചിട്ട് ഇന്ന് നന്നായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വാടകയ്ക്ക് കിടക്കുന്നവനും സാധനങ്ങൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവനോടും, അവനോട് എല്ലാം ഉള്ളവനും AC ഇട്ട വണ്ടിയെ പോകുന്നവനും അവന് പറയാൻ പറ്റും, നീ ഭൗതികതയ്ക്കൊന്നും വേണ്ടി നീ ഉപവസിക്കല്ല, നീ ആത്മീയ കാര്യത്തിന് വേണ്ടി ഉപവസിക്കാവും. കാരണം അവനൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ലല്ലോ. വാടകയ്ക്ക് താമസിക്കുന്നവന് മാസം വാടക കൊടുക്കണം, അവന് സ്വന്തമായിട്ടൊന്നുമില്ല, നാളെ ഉടമസ്ഥൻ ഇറങ്ങാൻ പറയുമ്പം അവൻ ഇറങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഷിഫ്റ്റ് ചെയ്യണം. അവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 5-10 സെൻറ്റ് സ്ഥലം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരു ചെറിയ വീട് കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ എനിക്ക് സന്തോഷത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ വ്യക്തി ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ആ ഉപവാസത്തെ ദൈവം നിരാകരിക്കുമെന്നാണോ ചിന്തിക്കുന്നത്? ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ കിട്ടിയ ഒത്തിരി പേര് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. കർത്താവിന് മഹത്വം. അപ്പം ഈ കപടയാത്മീകത എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കപടയാത്മീകത, ഈ കപടത, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അവരുടെ മക്കൾക്ക് വിഷയങ്ങൾ വരുമ്പോൾ അവർ ഉപവസിക്കും, അവർ ദൈവദാസന്മാരെ വിളിക്കും, പക്ഷേ ആരും അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. പോട്ടെ, ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവം മുമ്പിൽ ഉപവസിക്കുമ്പോൾ തീരുമാനങ്ങൾ ശരിയാകണം.
ഞാൻ പറഞ്ഞു എത്ര ദിവസം ഉപവസിച്ചു എന്നുള്ളതല്ല, ഒരു ദിവസം ഉപവസിച്ചു. ഇവർ ഒന്നിച്ചുകൂടി ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ ഫെലിസ്ത്യർ എഴുന്നേറ്റ് വന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഉപവാസം എന്ന് പറയുന്നത് വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും സമയമാണ്. ഭയങ്കരമായ പ്രതികൂലങ്ങൾ നമുക്ക് നേരെ വരും, പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. ഫെലിസ്ത്യർ അവർ ഇസ്രായേലിന് നേരെ എഴുന്നേറ്റ് വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ശമൂവേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ, ആ വ്യവസ്ഥ അനുസരിച്ച് അവർ ഉപവസിച്ചപ്പോൾ യഹോവ ഇടിമുഴക്കി ഫെലിസ്ത്യരെ ഓടിച്ചു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒതുങ്ങാതെ നിൽക്കുന്ന ചില ഇരുളിൻ്റെ മേഖലകളുണ്ട്. അതിനെ ഒതുക്കണമെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന ആത്മീക യുദ്ധത്തിൻ്റെ വ്യവസ്ഥകളെ നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം, ആമേൻ. അങ്ങനെ ഈ ഒരു 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 വിടുതലുകൾ ചില വിഷയങ്ങളിൽ ഏറ്റെടുക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ യഥാർത്ഥമായി ഉപവാസത്തിൽ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഉപവസിക്കാനിരിക്കുമ്പോൾ ലിറ്ററലി പിശാച് നമ്മളോട് പോരാടും. ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് തലനാരഴയ്ക്ക് എൻ്റെ ദീർഘദിവസങ്ങളിൽ ഉപവാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഒരു തവണ വണ്ടിയുടെ കീഴിൽ കയറി ഞങ്ങൾ അരഞ്ഞു പോകേണ്ടതായിരുന്നു. അത്ഭുതകരമായി ദൈവം വിടുവിച്ച അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ജീവിതത്തിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് കഴിയട്ടെ. നമ്മുടെ കൈകളെ യുദ്ധത്തിന്, വിരലുകളെ പോരിനുമൊക്കെ ദൈവം അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഉപവാസം ഒരു തരത്തിൽ ഒരു ആത്മീക യുദ്ധം തന്നെയാണ്. പക്ഷേ വ്യവസ്ഥകൾ അറിഞ്ഞു വേണം ഉപവസിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, പക്ഷെ സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉപവാസ സമയങ്ങളിൽ ചുറ്റിക്കറങ്ങി വേറെ കാര്യങ്ങൾക്ക് പോകാതെ അത് പട്ടിണിയാണ്. പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, ദൈവം മുമ്പാകെ ഇരിക്കുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.